അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ അറിയോ? നമ്മുടെ നല്ല അടിപൊളി കപ്പ, പിന്നെ നല്ല അടിപൊളി നമ്മുടെ പച്ച ഏത്തക്ക, ഇതുണ്ടോ എല്ലാം നമ്മൾ നല്ല വൃത്തിയാക്കി റെഡിയാക്കി മുറിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കപ്പയും ഏത്തക്കയും പിന്നെ കുഴയ്ക്കുക, അതിൻ്റെ കൂടെ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം കുക്കറിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊക്കെ മുറിക്കാനും പിടിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഏത്തക്കയൊക്കെ നമ്മളതുണ്ട് അതിൻ്റെ ചെറിയ കളഞ്ഞ് എല്ലാം റെഡിയാക്കിയാൽ മതി. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇപ്പം ഉപ്പിടരുത്. കുക്കറിൽ വെക്കുവാണെങ്കിൽ മാത്രം ഇത് രണ്ടും കൂടെ വെക്കുക, അല്ലെങ്കിൽ രണ്ടായിട്ട് തന്നെ വേവിച്ചെടുക്കുക. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത്. അപ്പം ഉപ്പ് ഇപ്പം ഇടണ്ട, നമുക്ക് കുക്കർ അങ്ങോട്ട് അടച്ചിട്ട് അത് ഇത് വെക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കണം. കാരണം ഇത് നമ്മള് കപ്പയ്ക്ക് ഒരു കട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, അപ്പൊ അത് പോകാൻ വേണ്ടിട്ട് നമ്മളിത് ഒന്ന് തിളച്ച് വേഗം ഒരു പരുവാകുമ്പോഴത്തേക്ക് ആ വെള്ളം നമ്മൾ ഊറ്റി കളയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വെച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് അയലക്കറി ചെയ്യാം. ഇപ്പോഴേ നമ്മൾ നല്ല അയലക്കറിക്ക് നമ്മുടെ ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ട് ചൂടായി വരുന്നുണ്ട്. അതിനകത്ത് വെള്ളമയൊക്കെ മാറി ചൂടായി വരുന്നുണ്ട്. പിന്നെ നമ്മള് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എടുത്തേക്കെന്ന് വെച്ചാൽ ഒരു ചുവന്ന മുളക്, പിന്നെ സ്വല്പം കടുക്, പിന്നെ ഉലുവ. ഇത്രയും കാര്യങ്ങളും. ഇതിന്റെ കൂടെ നമ്മള് ചെറിയ ഉള്ളിയില്ലേ വട്ടത്തിലരിഞ്ഞതും കറിവേപ്പില, ഇത്ര സാധനമാണ് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ കടുക് വറുക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മള് ഇത്ര സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതെ, ചൂടായതിനു ശേഷം നല്ല ചൂടാണ്, എന്നാലും എണ്ണ കൂടെ ചൂടാകട്ടെ. എണ്ണ നമ്മളിപ്പോ ഇട്ടുള്ളൂ. അപ്പൊ ആ മുളക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇട്ടേക്കുന്നത് കാരണം നമ്മുടെ മുളകിന്റെ ഒരു പ്രത്യേകത നമുക്ക് അറിയാമല്ലോ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന മുളക് നമ്മളെപ്പോൾ ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോണം, മുറിച്ചിട്ട് മാത്രമേ ഇടുക. അപ്പം നമ്മൾ നല്ല കടുക് ഉലുവ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടുകെല്ലാം പൊട്ടി നമ്മൾ നല്ല റെഡി ആയിട്ടുള്ള സംഭവം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി തന്നെ ഈ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞതാണ് ഇടുന്നത്. അതിന്റെ കൂടെ നമ്മൾ ഇളക്കി കൊടുത്തേച്ചിട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടല്ല നമ്മുടെ ആ ഒരു കടുക് വറക്കുമ്പോഴേ ഒരു സംഭവം സെറ്റാണ്. ഒരു പറ്റില മുളക് രണ്ടായിട്ട് കീറി ഇട്ടിട്ടുണ്ട്. ഈ മുളക് ഇടുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോണം, കാര്യമുണ്ടല്ലോ, മുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇടാറുണ്ട്. അത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പൊട്ടും. ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തേ. ഓക്കെ, അപ്പൊ അതും കൂടെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടുക് വറക്കുന്ന സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മളുണ്ടല്ലോ രണ്ട് പാത്രത്തിലൊന്നുമായിട്ട് നമ്മൾ എടുക്കുന്നൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കടുക് വറുക്കുന്നതും ഉള്ളി വഴറ്റുന്നതും. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ്, നമ്മൾ 3 വെളുത്തുള്ളി ചതച്ചെടുത്തത്, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ 2 തരം ഉള്ളി എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സവോള, പിന്നെ ചെറിയ ഉള്ളി. അപ്പൊ ചെറിയ ഉള്ളിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ചെറിയ ഉള്ളി സവോളയും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതിന് എളുപ്പപ്പണിയാണ്. കറിക്കൊരു കൊഴുപ്പ് വരണമെന്നുണ്ടല്ലോ ഉള്ളി. നമുക്കൊന്ന് വിടർത്തി എന്നിട്ട് ഇത് ഒരു ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു സവോള. അപ്പം നമുക്ക് ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കറിവേപ്പില ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിനൊന്ന് ഉപ്പിട്ട് കൊടുക്കാൻ ഇത് നമ്മൾ എളുപ്പം വഴന്ന് കിട്ടാനുള്ളത് മാറുക. നമുക്ക് എല്ലാം ഇച്ചിരി എളുപ്പപ്പണികളാണ് നല്ലത്. കാരണം
നമുക്ക് വലിയ സമയമൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അതൊക്കെയല്ല നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമ്മള് എന്നാലും നമുക്ക് സമയം കളയണ്ട. നമ്മുടെ പണ്ടൊക്കെ കഴിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പണ്ടത്തെ ആ ഒരു നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ആ കറിയുടെ ടേസ്റ്റ് അതൊക്കെ നമുക്ക് മനസ്സിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ചെയ്ത് നോക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കുക്കറിൽ നമ്മുടെ വെയിറ്റൊക്കെ വെച്ചു. അത് അവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളൊരു ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒഴിക്കാം. കാരണം എന്നാണെന്നറിയോ, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലൊക്കെ കയറും പെട്ടെന്ന് അങ്ങോട്ട് ഇടുമ്പോഴത്തേനും മൂക്കിൽ. അപ്പോൾ അതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ നമ്മളൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എളുപ്പത്തിനുള്ള പരിപാടിയാണ്. കാര്യം വെച്ചാൽ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഒത്തിരി വെള്ളമാവല്ലേ, ഇച്ചിരി വെള്ളത്തിൽ മാത്രം ഒന്ന് കലക്കുക. ഇത് നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ചുമ വരത്തില്ലേ. അതായത് നമ്മൾക്ക് ഉണ്ടല്ലോ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിമ്മിനിയും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പം അവർക്ക് വളരെ എളുപ്പപ്പണിയാണ്. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂക്കിലൊന്നും കയറത്തില്ല. അപ്പം അതങ്ങോട്ട് ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ അത് കരിയത്തും ഇല്ല, നല്ല ഒരു സ്വാദിൽ നമുക്ക് കിട്ടുകയും ചെയ്യും സംഭവം. ഇളക്കിക്കോ. അപ്പം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക വേണം. ഇതിപ്പോൾ ചേർത്തിട്ട് നമുക്ക് യാതൊരു അസ്വസ്ഥതയൊന്നും തോന്നില്ല. നമ്മുടെ മൂക്കിലൊന്നും അതിൻ്റെ ആ ഒരു കരിഞ്ഞ മണമോ അതൊന്നും കയറത്തില്ല. കയ്യരിച്ചിരി മുളകൊക്കെ പറ്റില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതങ്ങ് കഴിക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം, പുളി. ആദ്യം പുളി നമ്മളുണ്ടല്ലോ ഒരു 2 പീസ് പുളി നമ്മള് കുടംപുളിയാണ്. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം പിന്നെ നമുക്ക് സെപ്പറേറ്റ് വേറെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രേവി ഒന്ന് ഇതായിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് കൊഴുത്തിരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രേവി ഇച്ചിരി നമ്മുടെ കപ്പയ്ക്ക് കുറച്ച് ചാറ് വേണമല്ലോ. അതിന്റെ ഒരു സുഖം. ഇച്ചിരി വെള്ളം തീ കൂട്ടി വെച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാന്, അല്ലെങ്കിൽ അങ്ങ് തണുത്ത് പോകും. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതെ, ഉപ്പ് ചേർക്കാം. അതിന്റെ കൂടെ നമ്മുടെ നല്ല അടിപൊളി കറിവേപ്പില. അപ്പം അത് കറിവേപ്പില നമ്മളോട്ട് ഊരിയിട്ട് അതിൻ്റെ കൂടെ ആ തണ്ടും കൂടെ കൊണ്ട് ഒടിച്ചിടുക. കാര്യം അതിന്റെ ഒരു ടേസ്റ്റും കൂടെ രുചിയും മണമൊക്കെ കിട്ടും. നമ്മൾ ആവശ്യത്തിനുണ്ടാവും ഉപ്പ്. അപ്പോൾ നമ്മൾ പുളി ഇടുന്നതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്തുമാത്രം നമ്മുടെ മീനിന്റെ ക്വാണ്ടിറ്റി കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഈ തവി അങ്ങ് മാറ്റാം. കാരണം ഒന്നാമത് നമ്മൾ പുളിയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം സ്റ്റീലിന്റെ തവി ആയതുകൊണ്ട് നമ്മളത് മാറ്റി തന്നെ. അപ്പൊ ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് നല്ലപോലെ തിളക്കണം. തിളച്ചിട്ട് വേണം നമ്മുടെ മീനെല്ലാം കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. കപ്പയ്ക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങ നമ്മൾ പിന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 പച്ചമുളക്. ഇത്ര സാധനമാണ് നമ്മൾ ചെറിയ ജീരകം, ഇത്ര സാധനമാണ്. അപ്പൊ ഇത് ഉണ്ടല്ലോ നമുക്ക് അധികം അരഞ്ഞു പോകാതെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ മീനിന്റെ ഗ്രേവി ഉണ്ടല്ലോ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദാണ്ട തല ഇട്ടിട്ടുണ്ട്, പിന്നെ ദേഹം, വാല്, തല, വാല്, തല, ദേഹം. അപ്പം ഇത് മുഴുവൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ചാറിൻ്റെ അകത്ത് മുങ്ങി കിടക്കണം. അതുപോലെ വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അത് തന്നെ കോരി ഒഴിച്ച് നമ്മൾ ആ ഗ്രേവിയൊക്കെ അതിൻ്റെ പുറത്തോട്ട് നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കണം. അവിടെ കിടന്ന് അപ്പോഴേ നമ്മൾക്കിന്ന് മീനിന്റെ കൂടെ കുറച്ച് മുട്ട കൂടെ കിട്ടിയായിരുന്നു. ചില സ്ഥലങ്ങളിൽ അതിന് പനിഞ്ഞെന്ന് പറയും.
അപ്പൊ നമുക്ക് അതും കൂടെ നമ്മുടെ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇത് പനിഞ്ഞിലിന് വെച്ച് നമ്മുടെ മറ്റേ മുട്ട വെക്കുന്ന പോലൊക്കെ ഉണ്ടാക്കുമല്ലോ. പക്ഷെ അതിന് മാത്രം കിട്ടിയില്ല, നമുക്ക് കുറച്ച് പനിഞ്ഞിലേ കിട്ടിയുള്ളൂ. അത് വേറെ സംഭവങ്ങളുണ്ട് നമുക്കിവിടെ ഉണ്ടല്ലോ. ഈ വലിയ മീനിന്റെ ഒക്കെ ഈ മുട്ട മാത്രമായിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാം. അത് ഫ്രഷ് കിട്ടുന്ന ദിവസം നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു സംഭവം ചെയ്യാം. അപ്പൊ നമ്മള് വാലും തലയും ദേഹമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. പനിഞ്ഞിലും കൂടെ അവനോടെ കിടക്കട്ടെ അതിന്റെ കൂടെ ചെതറി വെതറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ഗ്രേവിയൊക്കെ ഒന്ന് കോരി അതിന്റെ തലവഴി ഒന്ന് ഒഴിച്ച് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് നല്ല ഇതിപ്പോ ഇടുന്ന സമയത്ത് മാത്രമേ തവിയിട്ട് ഇങ്ങനെ ഇളക്കാവൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി കഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ആവിയിലിരുന്ന് ചെറിയ തീയില് അതൊരു 6-7 മിനിറ്റ് മതി. അയലയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സംഭവം. അപ്പൊ നമ്മുടെ കപ്പ റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രേവി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ അടിപൊളി സംഭവം. നമ്മുടെ മീൻകറി നല്ല തിളച്ച് നമ്മുടെ മീനൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് തണ്ടോടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് പകുതി അങ്ങോട്ട് ഇടുക. അതിനുശേഷം ഇതങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇടുക. അതിൻ്റെ തണ്ടും അതിനകത്തോട്ട് ഇടുക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് വെക്കാം. അപ്പൊ അടിയിലൊന്നും പിടിക്കത്തില്ല എന്നാലും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്പൂണോ അല്ലെങ്കിൽ തവിയൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാണല്ലോ പൊടിക്ക് നോക്കി. അപ്പൊ വളരെ സോഫ്റ്റ് ആണ്. അത് കാരണം തുണി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. അപ്പൊ അതിൻ്റെ കൂടെ നമ്മുടെ കപ്പായും കായും നിന്ന് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ആവിയൊക്കെ പോയി. ഊരിട്ട് മാത്രം എപ്പോഴും അത് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാര്യം വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് അതിന്റെ ആവി പോയിട്ട് നമ്മൾ ഊരാവുന്ന നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാതെ കപ്പയും വെന്തു, നമ്മുടെ കായും ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇത് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളൊന്ന് ഊറ്റി കൊടുക്കണം. നമ്മുടെ കപ്പയൊക്കെ വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കായും കപ്പയൊക്കെ അപ്പൊ നമ്മൾ ഊറ്റി നമ്മുടെ ചട്ടിക്കകത്തോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ നമ്മുടെ സൈഡിലോട്ടൊക്കെ ഒന്ന് വകന്ന് കൊടുത്തിട്ട് വേണം ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. നമ്മൾ ഇതിന്റെ അകത്തോട്ട് നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിടുക. അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ എല്ലാം പീരയെല്ലാം ഇല്ലേ, അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഇങ്ങോട്ട് ഇടുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ തേങ്ങാപ്പീര ജസ്റ്റ് ഒന്ന് വേഗം ചെയ്യും. എന്നാൽ നമ്മൾ തീ കത്തിക്കാതെ തന്നെയാണ് വേഗം. അപ്പൊ എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് മൂടി പൊതിഞ്ഞ് വെക്കുക. അങ്ങോട്ട് ഈ കപ്പ ഉണ്ടല്ലോ ഇങ്ങനെ സൈഡിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എവനെ ഒന്ന് ഇങ്ങനെ മൂടി വെക്കണം. ഒന്ന് മൂടി വെച്ചേച്ച് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് കഴിയുമ്പോൾ സംഭവം റെഡിയായി കിട്ടും. അപ്പൊ നമ്മളുണ്ടല്ലോ ഇളക്കുന്നതിന് മുമ്പ് ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ടല്ലോ നല്ല ടേസ്റ്റ് വരും. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ നന്നായിട്ട് കുത്തി ഒന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ അത് വെച്ച് ഏറ്റവും ബെസ്റ്റ് സാധനം എന്താ അറിയോ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ പൊടിച്ചു കൊടുക്കണം. കാര്യം നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പീസൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമ്മുടെ കായും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പയും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ തന്നെ കറിയെല്ലാം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കപ്പ അങ്ങോട്ട് ഇടുക. പിടിക്കണം. വേണ്ട പിടിച്ചു അല്ല വേണ്ട തഴുപ്പം. എന്നിട്ട് നമ്മൾ ഒരു അയലയുടെ ദേഹം അങ്ങോട്ട് ഇടുക. അതും കൂടെ ഇടുക. എന്നിട്ട് അങ്ങോട്ട് ചാറ് അങ്ങോട്ടുണ്ടല്ലോ ഇങ്ങനെ വീശി അങ്ങോട്ട് ഒഴിക്കണം. അപ്പം ഇനി നമുക്കിതിൻ്റെ രുചിച്ചറിയണം. അപ്പം നമ്മൾ നമ്മുടെ ആദ്യം കുറച്ച് ഇങ്ങനെ നമ്മുടെ ചാറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കുക. എന്നിട്ട് നമ്മുടെ മീനിൻ്റെ പീസ് അങ്ങോട്ട് എടുക്കുക, അതിൻ്റെ മുകളിലോട്ട് വെക്കുക. നല്ല ചൂടാണ്.
നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഊതുക, ആ ഊതിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ അതെ അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാതെ. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ട് കഴിക്കുക. എന്നിട്ട് അടുത്ത പീസ് എടുക്കുക. അടിപൊളി. അതിൽ കൂടുതലൊന്നും പറയല്ലേ, അടിപൊളി സാധനം. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയുന്നില്ല, കാര്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, എന്നാലേ അതിൻ്റെ ടേസ്റ്റിൻ്റെ സംഭവം മനസ്സിലാത്തുള്ളൂ. അയലയോ അല്ലെങ്കിൽ നമ്മുടെ മത്തിയോ അങ്ങനത്തെ എന്ത് സാധനം കിട്ടുവാണെങ്കിൽ കപ്പ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കൊണ്ടൊന്ന് പറയണം. അധികം താമസിക്കാതെ തന്നെ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം നാളെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.